എല്ലാ കുഞ്ഞുങ്ങൾക്കും എക്സലൻറ്റ് ഹിന്ദി സ്റ്റഡി സെൻറ്ററിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്ററായ അക്ഷരോം കാ മെഹത്വം, അക്ഷരങ്ങളുടെ മഹത്വം, അക്ഷരങ്ങളുടെ പ്രാധാന്യം. അതാണ് നമ്മളുടെ പാഠം. പാഠത്തിലേക്ക് കടക്കാം നമുക്ക്. അക്ഷരോം കി കഹാനി, അക്ഷരങ്ങളുടെ കഥ. ഈ പുസ്തക് അക്ഷരോം സേ ബനി ഹേ, ഈ പുസ്തകം അക്ഷരോം സേ ബനി ഹേ, അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്, അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് ഈ പുസ്തകം. സാരി പുസ്തകയും അക്ഷരോം സേ ബനി ഹേ, സാരി പുസ്തകം മുഴുവൻ പുസ്തകങ്ങളും അക്ഷരോം സേ ബനി ഹേ, അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. തരഹ് തരഹ് കി പുസ്തകം, പല തരത്തിലുള്ള പുസ്തകങ്ങൾ. തരഹ് തരഹ് കെ അക്ഷർ, പല തരത്തിലുള്ള അക്ഷരങ്ങൾ. ദുനിയാമേം അബ് തക് കറോഡോം പുസ്തകം ഛപ് ചുക്കി ഹേ, ദുനിയാമേം ലോകത്തിൽ, അബ് തക്ക് ഇതുവരെ, കറോഡോം പുസ്തകം കോടിക്കണക്കിന് പുസ്തകങ്ങൾ, ഛപ് ചുക്കി ഹേ അച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തിൽ ഇതുവരെ കോടിക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹസാരോം പുസ്തകം റൂസ് ഛപ്തി ഹേ, ആയിരക്കണക്കിന്, ഹസാർ ആയിരം, കരോട് കോടി, ഹസാറോം പുസ്തകം ആയിരക്കണക്കിന് പുസ്തകങ്ങൾ, റോസ് ഛപ്തി ഹേ ഡെയിലി അച്ചടിക്കുന്നു. കോടിക്കണക്കിന് പുസ്തകങ്ങൾ അച്ചടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഡെയിലി എന്ത് ചെയ്യുന്നു? അച്ചടിക്കുന്നു. ചപ്ന, അച്ചടിക്കുന്നതിനാണ് പറയുന്നത്, ചപ്ന എന്ന് പറയുന്നത്. तरह तरह के अक्षरों में हज़ारों की तादाद में रोज़ ही समाचार पत्र छपते रहते हैं. तरह तरह के अक्षरों में, പല തരത്തിലുള്ള അക്ഷരങ്ങളിൽ, ഹസാറോം കി താദാദ് മേ, ആയിരക്കണക്കിന് സംഖ്യയിൽ, അതായത് പലതരത്തിലുള്ള അക്ഷരങ്ങൾ ആയിരക്കണക്കിന് സംഖ്യയിൽ യൂസ് ചെയ്ത്, റോസ് ഹി ഡെയിലി, സമാചാർ പത്ര ഛപ്തേ രഹത്തെ ഹേ, ഡെയിലി ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുന്നു? അച്ചടിക്കുന്നു. പലതരത്തിലുള്ള അക്ഷരങ്ങൾ ആയിരക്കണക്കിന് പ്രാവശ്യം ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഡെയിലി ന്യൂസ് പേപ്പർ അച്ചടിക്കുന്നു. ഇൻ സബ്കെ മൂൽ മേ ഹേ അക്ഷർ, ഇതിൻ്റെ എല്ലാം മൂൽ, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അക്ഷരമാണ്. ഹം കൽപ്പന ഭി നഹീ കർ സക്തേ കി യദി ആദ്മി അക്ഷരോं को न जानता तो आज इस दुनिया का क्या हाल होता. ഹം കൽപ്പന ഭി നഹീ കർ സക്തേ, നമുക്ക് കൽപ്പന കർണ, ഇമാജിൻ ചെയ്യുക, നമുക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കത്തില്ല. എന്ത്? യദി ആദ്മി അക്ഷരോं को न जानता, ആദ്മി മനുഷ്യൻ, യദി ആദ്മി അക്ഷരോं को न जानता, മനുഷ്യന് അക്ഷരങ്ങൾ അറിയില്ല എങ്കിൽ, तो आज इस दुनिया का क्या हाल होता, മനുഷ്യന് അക്ഷരങ്ങൾ അറിയില്ല എങ്കിൽ, ആജ് ഇന്ന്, ഇസ് ദുനിയ കാ ക്യാ ഹാൽ ഹോത്ത, ഇന്ന് ഈ ലോകത്തിൻ്റെ ഹാൽ, അവസ്ഥ എന്താകുമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും, ഇമാജിൻ ചെയ്ത് നോക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, അക്ഷരങ്ങളില്ലാത്ത, മനുഷ്യന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഭാഷയില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല, അല്ലേ? കോയി കഹ സക്താ ഹൈ കി ഹം अक्षरों को अनादिकाल से जानते हैं. अक्षरों का ज्ञान हमें किसी ईश्वर से मिला है. कोई कह सकता है कि हम अक्षरों को अनादिकाल से जानते हैं. ചിലർ പറയുന്നത് हम अक्षरों को अनादिकाल से जानते हैं. നമുക്ക് അക്ഷരങ്ങളെ അനാദികാൽ സെ, അങ്ങ് എന്നാണ് ഈ ലോകം ആരംഭിച്ചത്, അനാദികാൽ, ടൈം ഇമ്മെമ്മോറിയൽ, എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ കാലം മുതൽ തന്നെ അക്ഷരങ്ങളും ഉണ്ട് എന്ന് ചിലർ പറയുന്നു. അക്ഷരോं का ज्ञान हमें किसी ईश्वर से मिला है. അക്ഷരങ്ങളുടെ, അല്ലെ, അക്ഷരോं का ज्ञान, അക്ഷരങ്ങളെക്കുറിച്ചുള്ള അറിവ്, हमें किसी ईश्वर से मिला है, നമുക്ക് ഈശ്വരനിൽ നിന്ന് ലഭിച്ചതാണ് എന്ന് ചിലർ പറയാറുണ്ട്. पुराने ज़माने के लोग सचमुच ही सोचते थे कि अक्षरों की खोज ईश्वर ने की है. पुराने ज़माने के लोग, പഴയ കാലഘട്ടത്തിലെ ആളുകൾ, സച്മുച്ച് ഹി സോച്ചത്തെ थे कि, ശരിക്കും വിചാരിച്ചിരുന്നത്, അവർ ചിന്തിച്ചിരുന്നത് എന്താണ്? അക്ഷരോं की खोज, അക്ഷരങ്ങളുടെ ആ ഡിസ്കവറി, ആ കണ്ടുപിടുത്തം, ഈശ്വരനെ കി ഹേ, ആരാണ് നടത്തിയെന്നാണ്? ഈശ്വരൻ തന്നെയാണെന്നാണ് പഴയ കാലഘട്ടത്തിലെ ആളുകൾ ചിന്തിച്ചിരുന്നത്. पर आज हम जानते हैं कि
अक्षरों की खोज किसी ईश्वर ने नहीं बल्कि स्वयं आत्मी ने की है. पर എന്നാൽ आज हम जानते कि ഇന്ന് നമുക്കറിയാം, നമുക്ക് എന്തറിയാം? അക്ഷരോं की खोज किसी ईश्वर ने नहीं, അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം, खोज കണ്ടുപിടുത്തം, किसी ईश्वर ने नहीं, ഒരു ഈശ്വരനുമല്ല, ബൽക്കി പിന്നെയോ, സ്വയം ആത്മീനെ കി ഹേ, ആരാണ് ചെയ്തിരിക്കുന്നത്? മനുഷ്യൻ, ആത്മീനെ കി ഹേ, മനുഷ്യൻ തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിന്ന് അറിയാം. अब तो हम ये भी जानते हैं कि किन अक्षरों की खोज किस देश में किस समय हुई. अब तो हम ये भी जानते हैं. अब तो ഇന്ന് യഥാർത്ഥത്തിൽ ഹം നമുക്ക് എബി ജാനത്തെ ഹെ, ഇതും നമുക്കറിയാം. ഏതും നമുക്കറിയാം. കിൻ അക്ഷരോं की खोज, ഏതൊക്കെ അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം, കിസ് ദേശ് में, ഏത് രാജ്യത്ത്, കിസ് സമയ में हुई, കിസ് സമയ हुई, ഏത് സമയത്താണ് എന്ന് നമുക്ക് അറിയാം, ഇന്ന് നമുക്കറിയാം. हमारी यह धरती लगभग 5 अरब साल पुरानी है. हमारी यह धरती, നമ്മുടെ ഈ ഭൂമി, ലഗ്ഭഗ് ഏകദേശം, 5 അറബ് സാൽ, സാൽ വർഷം, അറബ് 100 കോടി, ബില്യൺ, 5 5, 5 ബില്യൺ വർഷം പഴയതാണ് നമ്മുടെ ഈ ഭൂമി. 2-3 अरब साल तक इस धरती पर किसी प्रकार के जीव जंतु नहीं थे. 2-3 अरब साल, അറബ് 100 കോടിയാണ്, ഒരു 2-3 ബില്യൺ വർഷം വരെ, ഇസ് ധർത്തി പർ, ഈ ഭൂമിയിൽ, കിസി പ്രകാർ കെ ജീവ ജന്തു നഹീം ഥേ, ഒരു തരത്തിലുള്ള ജീവജാലങ്ങളും ഉണ്ടായിരുന്നില്ല. फिर करोड़ों साल तक केवल जानवरों और वनस्पतियों का ही इस धरती पर राज्य रहा. फिर करोड़ों साल, പിന്നീട്, കരോടോം കോടിക്കണക്കിന് വർഷം വരെ, തക്ക് വരെ, കേവൽ ജാൻവരവും കേവലം മൃഗങ്ങളും, വനസ്പതിയും വൃക്ഷലതാദികളും, ഇസ് ധർത്തി പർ രാജ്യരഹ, ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് അവരുടെ മാത്രം ലോകമായിരുന്നു ഈ ഭൂമി എന്ന് പറയുന്നത്. आदमी ने इस धरती पर कोई 5 लाख साल पहले जन्म लिया. आदमी ने इस धरती पर, മനുഷ്യൻ ഈ ഭൂമിയിൽ, कोई 5 लाख साल, ലാക്ക് എന്ന് പറഞ്ഞാൽ ലക്ഷം, 5 लाख 5 ലക്ഷം, സാൽ വർഷം, വർഷം മുന്നേ ജന്മലിയ, ജന്മമെടുത്തു. മനുഷ്യൻ ഈ ഭൂമിയിൽ 5 ലക്ഷം വർഷം മുന്നെയാണ് ജന്മമെടുത്തത്. ധീരെ ധീരെ ഉസ്കാ വികാസ് ഹുവ, പതുക്കെ പതുക്കെ അവൻ്റെ മനുഷ്യൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടായി, അവൻ്റെ ഒരു വികാസം അവന് സംഭവിച്ചു. कोई 10,000 साल पहले आदमी ने गांवों को बसाना शुरू किया. वह खेती करने लगा. वह पत्थरों और औजारों का इस्तेमाल करता था. फिर उसने तांबे और कांसे के भी औजार बनाए. कोई 10,000 साल पहले, ഹസാർ ആയിരമാണ്, 10,000 10,000ആണ്, 10,000 വർഷം മുൻപ്, പെഹലെ മുൻപ്, ആത്മീനെ ഗാവോं को बसाना शुरू किया, ഗ്രാമങ്ങളിൽ താമസിക്കാൻ ആരംഭിച്ചു. ഗ്രാമങ്ങളിൽ താമസിക്കാൻ ആരംഭിച്ചിട്ട് 10,000 വർഷങ്ങളാണ് ആയിരിക്കുന്നത്. വഹ് കേത്തി കർണയിലേക്ക, മനുഷ്യൻ എന്തു ചെയ്തു? കേത്തി കർണ, കൃഷി ചെയ്യാൻ തുടങ്ങി. വഹ് പത്തരോं के औजारों का इस्तेमाल करता था. പത്തർ കല്ലുകൾ കൊണ്ടുള്ള, ഔസാർ ആയുധങ്ങളാണ്, ആയുധങ്ങൾ, ഇസ്തേമാൽ കർണ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക, കല്ലുകൾ കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഫിർ പിന്നീട്, ഉസ്നെ പിന്നീട് എന്ത് ചെയ്തു? താമ്പെ, താമ്പെ കോപ്പറാണ്, ഔർ കാസെ, കാസെ ബ്രോൺസ് ആണ്, കോപ്പറിൻ്റെയും ബോൺസിൻ്റെയൊക്കെ, ഔസാർ ബനായെ, കോപ്പറും ബ്രോൺസും ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ അവൻ നിർമ്മിച്ചു. प्रागैतिहासिक मानव ने सबसे पहले चित्रों के जरिए अपने भाव व्यक्त किए. പ്രാഗൈതിഹാസിക് മാനവ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അതാണ് പ്രാഗൈതിഹാസിക്. ആ കാലഘട്ടത്തിലെ മനുഷ്യരെന്ന് പറയുന്നത് സബ്സെ പെഹലെ, ഏറ്റവും ആദ്യം, ചിത്രോങ്കെ ജരിയെ അപ്നെ ഭാവ് വ്യക്ത് കിയെ, ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി അപ്പനെ ഭാവ്, തൻ്റെ ഉള്ളിലുള്ള, അവരുടെ ഉള്ളിലുള്ള ഭാവങ്ങൾ വ്യക്തമാക്കിയിരുന്നത് ഈ ചിത്രങ്ങളിലൂടെയായിരുന്നു. അതായത് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഉപയോഗിച്ചിരുന്നത് എന്താണ്? ചിത്രങ്ങളായിരുന്നു. ജൈസെ പശുവും പക്ഷിയും
ആദ്മിയോ ആദി കെ ചിത്ര, അതായത് മൃഗങ്ങളുടെയും പക്ഷികളുടെയും മനുഷ്യരുടെയും ഒക്കെ ചിത്രങ്ങളിലൂടെയായിരുന്നു അവരവരുടെ ഭാവങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. ഇൻ ചിത്ര സങ്കേതോങ്കെ ബാദുമേ, ആ ചിത്രങ്ങളിലൂടെ, ചിത്രങ്ങൾ എന്ന് പറയുന്ന ആ സിഗ്നലിന് ശേഷം ഭാവസങ്കേത് അസ്തിത്വമേ ഹുയെ, ഭാവങ്ങൾ അവരുടെ ഉള്ളിലുള്ള ചിന്തകളെ സിഗ്നൽസാക്കി മാറ്റാനുള്ള ആ ഒരു അസ്തിത്വം അത് നിലവിൽ വന്നു. ജैसे एक छोटे वृत्त के चहुम और एक छोटे वृत्त, ഒരു ചെറിയ വൃത്തം, അതിൻ്റെ ചഹും ഓർ എന്ന് പറഞ്ഞാൽ 4 ഭാഗത്തും കിരണോങ്കി ദ്യോതക് രേഖായി, പ്രകാശ കിരണങ്ങൾ വഹിക്കുന്ന തരത്തിലുള്ള രേഖായി, ആ വരകൾ ഖീഞ്ചിന വരച്ചതിന് ശേഷം, വരച്ചു കഴിയുമ്പോൾ അത് സൂര്യക്ക ചിത്ര ബൻ ജാത്തത്, അപ്പോൾ എന്തായി മാറി? അത് സൂര്യൻ്റെ ചിത്രമായി മാറി. ബാദമേ, പിന്നീട് ഈ ചിത്രം തന്നെ താപ് യാ ധൂപ്, താപ് ചൂടാണ്, ചൂടിൻ്റെയും അതുപോലെ തന്നെ ധൂപ് വെയിലിൻ്റെയും ഒക്കെ വാഹകരായി മാറി. അല്ലാതെ അതിനെ പ്രതിഫലിപ്പിക്കുന്ന, അല്ലെ ആ ഭാവങ്ങൾ വ്യക്തമാക്കുന്ന, ചൂടിനെ വ്യക്തമാക്കുന്ന, വെയിലിനെ വ്യക്തമാക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് പിന്നീട് ഈ ചിത്രം മാറി. ഇസ്തരവ്, ഇങ്ങനെ അനേക ഭാവസങ്കേത് അസ്തിത്വമായി. അപ്പം ചൂടിൻ്റെ വാഹകരാണ് സൂര്യൻ എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിൽ ഉള്ള ചിത്രങ്ങളായി പിന്നീട്. അങ്ങനെ അനേക ഭാവസങ്കേത്, അങ്ങനെ പല തരത്തിലുള്ള ഒരുപാട് ഭാവങ്ങൾ കൊടുക്കുന്ന സിഗ്നൽസ് അസ്തിത്വമായി അതെന്ത് ചെയ്തു? നിലവിൽ വന്നു. തബ് ജാക്കർ, അങ്ങനെ പോയി കാഫി ബാദുമേ, കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ആത്മീനെ അക്ഷരോങ്കി ഖോജിക്കി, ചിത്രങ്ങൾ കഴിഞ്ഞിട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞ് എന്താണ്? അക്ഷരോങ്കി ഖോജിക്കി, അക്ഷരങ്ങൾ കണ്ടുപിടിച്ചു. അക്ഷരോങ്കി ഖോജിക്കെ സിൽസിലെ കോ ശുരു ഹുയെ മുഷ്കിൽ സെ 6000 സാൽ ഹുയെ. അക്ഷരോങ്കി ഖോജിക്കെ സിൽസിലെ, അക്ഷരങ്ങളെ കണ്ടെത്തിയിട്ടുള്ള ആ ഒരു സിൽസില മീൻസ് ആ സീരീസ് ആരംഭിച്ചിട്ട്, ശുരു ഹുയെ മുഷ്കിൽ സെ, കഷ്ടിച്ച്, 6000 സാൽ ഹുയെ, 6000, 1000 6000 6000 വർഷങ്ങളാണ് ആയിട്ടുള്ളത്. കേവൽ 6000, കേവലം 6000 വർഷം മാത്രമാണ് ആയിട്ടുള്ളത്. അക്ഷരോങ്കി ഖോജിക്കെ സാത്ത് एक नए युग की शुरुआत हुई. അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തോടൊപ്പം, അക്ഷരങ്ങളെ കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ एक नए युग, ഒരു പുതിയ യുഗം, ഒരു പുത്തൻ യുഗം ശുരുവാത്ത് ഹുയി, അതിൻ്റെ ആരംഭം കുറിച്ചു. ശുരുവാത്ത് ആരംഭമാണ്, ശുരുവാത്ത് ഹോന ആരംഭിക്കുക. അപ്പം ഒരു പുതുയുഗം ആരംഭിച്ചു അക്ഷരങ്ങൾ കണ്ടെത്തിയതിന് ശേഷം. ആദ്മി अपने विचार और अपने हिसाब किताब को लिख कर रखने लगा. ആത്മീ अपने विचार, മനുഷ്യൻ തൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെ, അവരുടെ ചിന്തകളെയും ഒക്കെ अपने ഹിസാബ് കിതാബ് എന്ന് പറഞ്ഞാൽ അവരുടെ അക്കൗണ്ട്സ്, അവരുടെ കണക്കുകളും മറ്റും ലിഖ്കർ രഖ്നെ ലഗ, എഴുതി വെക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അക്ഷരങ്ങളുടെ ഖോജ്, അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടി ഒരു പുതിയ യുഗം ആരംഭിച്ചു. മനുഷ്യൻ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? തൻ്റെ ഉള്ളിലുള്ള വിചാരങ്ങളെ, തൻ്റെ ഉള്ളിലുള്ള ചിന്തകളെയൊക്കെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? ലിഖ്കർ, അതുപോലെ തന്നെ അവരുടെ ഹിസാബ് കിതാബ്, അവരുടെ അക്കൗണ്ട്സും മറ്റും എഴുതി വെക്കാനായിട്ട് അവർ തുടങ്ങി, എഴുതി വെക്കാൻ തുടങ്ങി. തബ്സെ മാനവ്കോ സഭ്യ കഹാ ജാനെ ലഗ, അപ്പോൾ മുതലാണ് മനുഷ്യനെ സഭ്യ, അതായത് സിവിലൈസ്ഡ് അല്ലെ കൾച്ചേർഡ് ആയിട്ടുള്ള ഒരു സംസ്കാരമുള്ള പരിഷ്കൃത സമൂഹമെന്ന് മനുഷ്യനെ പറയാനായിട്ട് തുടങ്ങിയത്. അങ്ങനെയാണ് അറിയപ്പെട്ട് തുടങ്ങിയത്. പിന്നീടാണ് അങ്ങനെ അറിയപ്പെട്ട് സഭ്യ മാനവെന്നറിയപ്പെട്ട് തുടങ്ങിയത്. അന്നു മുതൽക്കാണ് അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടി. അതിനു മുന്നേ വരെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷകളില്ലാതെ അവരെന്ത് ചെയ്യുകയായിരുന്നു? ഈ പറഞ്ഞ പോലെ ചിത്രങ്ങൾ, അവരുടെ ഭാവങ്ങളെ പ്രകടിപ്പിക്കാനായിട്ടുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫിൽ പഠിച്ചതുപോലെ ചിത്രങ്ങളായിട്ടും ഒക്കെയാണ് അവരെന്ത് ചെയ്തിരുന്നത്? വ്യക്തമാക്കിയിരുന്നത്. ആത്മീനെ ജബ്സെ ലിഖ്ന ശുरू किया तब से इतिहास आरंभ हुआ. ആത്മീനെ ജബ്സെ ലിഖ്ന ശുरू किया, മനുഷ്യൻ എപ്പോൾ മുതലാണോ ലിഖ്ന ശുरू किया, എഴുതാനാണ് ആരംഭിച്ചത് എപ്പോൾ മുതലാണോ, തബ്സെ അപ്പോൾ മുതലാണ് ഇതിഹാസ് ആരംഭ ഹുവ, അപ്പോൾ മുതൽ ചരിത്രം ആരംഭിച്ചു, ഹിസ്റ്ററി. കിസി ഭി കൗം യാ ദേശ് കാ ഇതിഹാസ് തബ് സെ ശുरू होता है जब से आदमी के लिखे हुए लेख मिलने लग जाते हैं. കിസി ബി കൗമ്, ഏതൊരു
ദേശമായിക്കോട്ടെ, അല്ലെങ്കിൽ ദേശ് ഏതെങ്കിലും ഒരു രാജ്യമായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ഇതിഹാസ്, അതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് തബ്സെ ശുരു ഹോത്താ ഹെ, അപ്പോൾ മുതലാണ് ആരംഭിക്കുന്നത്. എപ്പോഴാണെന്നറിയുമോ? ആത്മീക്കെ ലിഖേ ഹുയെ ലേഖ് മിൽനെ ലഗ് ജാത്തെ ഹെ. ആത്മീക്കെ ലിഖേ ഹുയെ, മനുഷ്യൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതപ്പെട്ട ലേഖ് റിട്ടൺ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ. മിൽനെ ലഗ് ജാത്തെ ഹെ, എപ്പോഴാണോ ലഭിച്ചു തുടങ്ങുന്നത്, മനുഷ്യൻ എഴുതിയ ആ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് എപ്പോൾ ലഭിച്ചു തുടങ്ങുന്നു, അവിടുന്നാണ് ആ രാജ്യത്തിൻ്റെ ഹിസ്റ്ററി ആരംഭിക്കുന്നത്, ചരിത്രം ആരംഭിക്കുന്നത്. ഇസ് പ്രകാർ ഇതിഹാസ് കോ ശുരു ഹുയെ മുഷ്കിൽ സെ 6000 സാൽ ഹുയെ ഹെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രകാരം ഇതിഹാസ് കോ ശുരു ഹുയെ, ചരിത്രം ആരംഭിച്ചിട്ട് ചുരുക്കത്തിൽ എത്രയായിട്ടുള്ളൂ? 6000 സാൽ, ഏകദേശം ഒരു 6000 വർഷമേ ആയിട്ടുള്ളൂ ചരിത്രം ആരംഭിച്ചിട്ട്. കാരണം 6000 വർഷമേ ആയിട്ടുള്ളൂ അക്ഷരങ്ങൾ കണ്ടെത്തിയിട്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ചരിത്രം ആരംഭിച്ചിട്ടും 6000 വർഷമേ ആയിട്ടുള്ളൂ. ഉസ്കെ പെഹലേക്കെ കാൽക്കോ, അതിന് മുമ്പുള്ള കാലത്തെ പ്രാഗൈതിഹാസിക് കാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രാഗൈതിഹാസിക് കാൽ, യാനി ഇതിഹാസ് കെ പെഹലേക്കെ കാൽ, അല്ലെങ്കിൽ ചരിത്രത്തിന് മുമ്പുള്ള പ്രീ ഹിസ്റ്റോറിക് പീരീഡ്, അല്ലെങ്കിൽ ചരിത്രത്തിന് മുമ്പുള്ള കാലം എന്നാണ് നമ്മളതിനെ പറയുന്നത്. അഥഹ ഹം ദേഖ്തേ ഹൈ കി യദി ആദ്മി അക്ഷരോं की खोज नहीं करता तो आज हम इतिहास को न जान पाते. അഥഹ ഹം ദേഖ്തേ ഹൈ കി, അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും. യദി ആദ്മി അക്ഷരോं की खोज नहीं करता तो, മനുഷ്യൻ അക്ഷരങ്ങളെ കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ, അക്ഷരോं की खोज नहीं करता, മനുഷ്യൻ അക്ഷരങ്ങളെ കണ്ടുപിടിച്ചില്ലായിരുന്നു എങ്കിൽ, ആജ് ഹം ഇതിഹാസ് കോ ന ജാൻ പാത്തെ, ഇന്ന് നമ്മൾക്ക് ചരിത്രം ഒരിക്കലും അറിയാൻ സാധിക്കില്ലായിരുന്നു, ചരിത്രത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു. അതൊക്കെ എഴുതി വെച്ചത് കൊണ്ടാണല്ലോ നമുക്കതിനെ വായിക്കാനായിട്ട് സാധിക്കുന്നത്, നമുക്കത് അറിയാൻ സാധിക്കുന്നത്. ഹം ന ജാൻ പാത്തെ കി पिछले कुछ 1000 सालों में आदमी किस प्रकार रहता था, क्या क्या सोचता था, कौन कौन രാജാ ഹുയെ ഇത്യാദി. ഹം ന ജാൻ പാത്തേക്ക്, നമുക്കിത് അറിയാൻ കഴിയില്ലായിരുന്നു. എന്ത്? പിछले कुछ 1000 सालों में, കഴിഞ്ഞ കുറേ 1000 सालों में, കുറച്ച് ആയിരക്കണക്കിന് വർഷം മുമ്പ്, ആദ്മി കിസ് പ്രകാർ रहता था, മനുഷ്യൻ എങ്ങനെ ജീവിച്ചിരുന്നു, ക്യാ ക്യാ സോച്ചുതാ താ, അവൻ എന്തൊക്കെ ചിന്തിച്ചിരുന്നു, കോൻ കോൻ രാജാ ഹുയെ ഇത്യാദി, ആരൊക്കെയായിരുന്നു രാജാക്കന്മാരായിട്ടുണ്ടായിരുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയാൻ സാധിക്കില്ലായിരുന്നു. എന്ത് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ? അക്ഷരങ്ങൾ കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ. ഓക്കെ, अक्षरों की खोज मनुष्य की सबसे बड़ी खोज है. अक्षरों की खोज, അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യ की सबसे बड़ी खोज है, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്. अक्षरों की खोज करने के बाद ही मनुष्य अपने विचारों को लिख कर रखने लगा. अक्षरों की खोज करने के बाद ही, അക്ഷരങ്ങളെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമാണ് മനുഷ്യ अपने विचारों को लिख कर रखने लगा, മനുഷ്യൻ തൻ്റെ ഉള്ളിലുള്ള ചിന്തകളെ, അതിനെ ലിഖ് കർ രഖ്നെ ലഗ, അതിനെ എഴുതി വെക്കാൻ തുടങ്ങിയത്. ഇപ്രകാരം ഏക് പീഠി കെ ജ്ഞാൻ കാ ഇസ്തേമാൽ ദൂസരി പീഠി കർനെ ലഗി. ഇപ്രകാരം ഏക് പീഠി മീൻസ് തലമുറ, ഈ ഒരു തലമുറയുടെ, ജ്ഞാൻ മീൻസ് അറിവ്, ഒരു തലമുറയുടെ അറിവ്, ജ്ഞാൻ കാ ഇസ്തേമാൽ, ആ തലമുറയുടെ അറിവിൻ്റെ ഉപയോഗം, ദൂസരി പീഠി കർണയിലേക്ക് അതിനെ ഉപയോഗിക്കുന്നുണ്ട് അടുത്ത തലമുറ, നെക്സ്റ്റ് ജനറേഷൻ അതിനെ ഉപയോഗിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈ അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ്, അത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഒരു തലമുറ ഉപയോഗിച്ച കാര്യങ്ങൾ അടുത്ത തലമുറ ഉപയോഗിക്കുന്നത് എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അക്ഷരോं की खोज करने के बाद पिछले 6000 सालों में मानव जाति का तेजी से विकास हुआ. अक्षरों की खोज करने के बाद, അക്ഷരങ്ങളെ കണ്ടെത്തിയതിന് ശേഷം, പിछले 6000 सालों में, കഴിഞ്ഞ 6000 വർഷങ്ങളായിട്ട്, മനുഷ്യജാതിക, മനുഷ്യകുലത്തിൻ്റെ തേസി സെ വികാസ് ഹുവ, തേസി മീൻസ് വളരെ ഫാസ്റ്റായിട്ടുള്ള വികാസ് ഹുവ, ഡെവലപ്മെൻ്റ് ഉണ്ടായി. അപ്പോൾ അക്ഷരങ്ങളുടെ കണ്ടുപിടുത്തത്തിന് ശേഷം കഴിഞ്ഞ 6000 വർഷങ്ങളായിട്ട് മനുഷ്യകുലത്തിന് വളരെ ഫാസ്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ് ഉണ്ടായത്. എ മെഹത്തു ഹെ അക്ഷരോं का,
और उनसे ബനി ലിപിയോങ്ക ഈ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം പ്രാധാന്യമുണ്ട് അക്ഷരത്തിനും. ഉൻസെ ബനി ഹുയി ലിപിയോങ്ക നമ്മൾ എഴുതുന്നത് എന്താണ്? ലിപിയാണ് അല്ലേ? നമ്മൾ എഴുതുന്നതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്? ഈ അക്ഷരങ്ങളെ എഴുതി വെക്കുന്നതിന് നമ്മൾ ലിപി എന്നാണ് പറയുന്നത്. ഓരോ ലിപിയാണ് ഓരോ ലാംഗ്വേജിലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അക്ഷരത്തിനും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടായിരിക്കുന്ന ലിപികൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അതഹ ഹം സബ്കോ അക്ഷരോങ്കി കഹാനി മാലൂം ഹോനി ചാഹി. അതുകൊണ്ട് തന്നെ ഹം സബ്കോ നമുക്ക് എല്ലാവർക്കും അക്ഷരോങ്കി കഹാനി ഈ അക്ഷരങ്ങളുടെ കഥ മാലൂം ഹോനി ചാഹിയെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആജ് ജിൻ അക്ഷരോं को हम पढ़ते या लिखते हैं वे कब बनाए गए कहाँ बने और किससे बनाए ये जानना ज़रूरी है भी. ആജ് ജിൻ അക്ഷരോं को हम पढ़ते या लिखते हैं ഇന്ന് നമ്മൾ ഏത് അക്ഷരങ്ങളെയാണോ പഠിത്തേ യാ ലിഖത്തെ നമ്മൾ വായിക്കുകയോ അല്ലെ എഴുതുകയോ ഒക്കെ ചെയ്യുന്നത് വെക്കബനായ ഗയെ അത് എന്നുണ്ടായി, കഹാബനെ എവിടെയാണത് ഉണ്ടായത്, അവർ കിസ്നബനായെ ആരാണ് ഉണ്ടാക്കിയത്, ജാന ജരൂരി ഹേബി ഇതും അറിയേണ്ടത് ആവശ്യമാണ്. ഓക്കെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പാഠം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.